റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പിന്നെ ആക്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ഷവൽ വരുന്നുണ്ട്, പിന്നെ സൈഡ് മിറർ, പിന്നെ സ്റ്റിയറിങ്, പിന്നെ ഗിയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ അത്യാവശ്യം സ്റ്റിക്കർ കൊണ്ട് റിയലിസ്റ്റിക് ആക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ബോക്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലെ ഗ്ലാസ് നമുക്ക് മടക്കി വെക്കാം, അല്ലെങ്കിൽ ഇവിടെ ലോക്ക് ചെയ്ത് വെക്കാം. ഇതിലൊരു ഗ്ലാസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല സസ്പെൻഷൻ കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഹുക്ക് കാര്യങ്ങളൊക്കെ ഒരു റിയലിസ്റ്റിക് പോലെ ചെയ്തിട്ടുണ്ട്. ഒറിജിനൽ വണ്ടിയിലുള്ളതുപോലെ ഇടതുവശത്ത് ഒരു സെർച്ച് ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഹെഡ് ലൈറ്റ്, ഗ്രില്ല്, ഫ്രണ്ടിലെ ബമ്പർ, ഇതെല്ലാം മെറ്റലിൽ നല്ല റിയലിസ്റ്റിക് ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹെഡ് ലൈറ്റ് വർക്കിംഗ് ആണ്. നമുക്കിതിൻ്റെ ഫ്രണ്ടിലുള്ള ഈ ഹുഡ്, അതായത് ഈ ബോണറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിനകത്ത് എഞ്ചിൻ്റെ പാർട്സൊക്കെ അതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒറിജിനലി ഒന്നുമല്ല, ഒരു റിയലിസ്റ്റിക് ലുക്ക് ആൻഡ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് അടച്ചു വെക്കാൻ പറ്റും. ഈ സൈഡിൽ ലോക്ക് ഉണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് വശത്തോട്ട് വരികയാണെങ്കിൽ ബാക്കിലൊരു ജെറി ക്യാൻ ഉണ്ട്. അതൊരു ടൈ വെച്ചിട്ട് അവിടെ ഹോൾഡ് ചെയ്തിട്ടുള്ളത്. നമുക്കത് ഊരിയെടുക്കാനൊക്കെ പറ്റും. പിന്നെ വരുന്നത് സ്റ്റെപ്പിനി ടയറാണ്. നല്ല സോഫ്റ്റ് ടയർ തന്നെയാണ്. ഒറിജിനൽ ടയറായിട്ട് നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഹുക്ക് കാര്യങ്ങൾ, അതുപോലെ തന്നെ ബ്രേക്ക് ലൈറ്റ് ഒന്നും ഫങ്ഷനിങ് അല്ല. ഇതിൻ്റെ ബേസ് മോഡലാണ്. അതെല്ലാം നമ്മൾ സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യണം. ഇതിൻ്റെ സീറ്റൊക്കെ നല്ല കുഷ്യനുള്ള അടിപൊളി സീറ്റാണ്. ഒറിജിനൽ വണ്ടിയുടെ സീറ്റ് എങ്ങനെയാണോ അങ്ങനെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഹുഡ്, അതായത് കെനോപ്പി സെറ്റ് ചെയ്യാനുള്ളതാണ്. അത് നമ്മൾ എക്സ്ട്രാ പർച്ചേസ് ചെയ്യണം, ഇതിൻ്റെ കെനോപ്പി കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മേളിൽ വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ താഴെ ഭാഗം കാണാം. താഴെ ഭാഗത്തോട്ട് വരുന്ന സമയത്ത് ആദ്യം തന്നെ ഇതിൻ്റെ സസ്പെൻഷനാണ്. 4 വീലിനും നല്ല ഓയിൽ സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ 4 ടയർ നല്ല സോഫ്റ്റ്, നല്ല ടയറാണ്. അതുകൊണ്ട് എവിടെയും ഇതെന്ത് ചെയ്യും, പെട്ടെന്ന് പിടിച്ച് കയറും. ബാക്കി ഇതെല്ലാം മെറ്റലാണ് വരുന്നത്. ഇതിൻ്റെ ചേസ് ബാക്കി കാര്യങ്ങളൊക്കെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര പ്ലാസ്റ്റിക്കാണ്. ബാക്കി താഴെ ഭാഗത്തുള്ളതെല്ലാം മെറ്റലാണ് വരുന്നത്.